ഹലോ ഫ്രണ്ട്സ്, 100 Days 100 ബിസിനസ് ഐഡിയാസ് എന്ന ബിസിനസ് സീരീസിന്റെ 18ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ബിസിനസ് കേട്ടാൽ ചിലർ ചിരിക്കും, ചിലർ പറയും ഇതൊക്കെയാണോ ബിസിനസ് എന്ന്. പക്ഷേ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഈ അഭിപ്രായവും മാറും. കാരണം നമ്മൾ കുളത്തിൽ കാണുന്ന ഒരു ചെറിയ പച്ചച്ചെടി ഇന്ന് പല രാജ്യങ്ങളിലും കോടികളുടെ ബിസിനസ്സായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പേരാണ് ഡക്വീഡ് അഥവാ കുളപ്പായൽ. പായലിന്റെ വർഗത്തിൽപ്പെട്ടതാണ്. ഇത് വളർത്താൻ വലിയ ഫാക്ടറിയോ വലിയ സ്ഥലമോ ആവശ്യമില്ല. ചെറിയ കുളമോ ടാങ്കോ മതി. എന്നാൽ ഇത് വാങ്ങാൻ കാത്തിരിക്കുന്നത് കോഴി ഫാമുകളും മത്സ്യ ഫാമുകളും ഡയറി ഫാമുകളും ഫീഡ് കമ്പനികളും ആണ്. കേരളത്തിൽ ഇപ്പോഴും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ മേഖലയിൽ ഉള്ളത്. അതിനാൽ നേരത്തെ തുടങ്ങുന്നവർക്ക് നല്ല അവസരവുമുണ്ട്. അപ്പോൾ സമയം കളയാതെ ഇന്നത്തെ ബിസിനസ് ഐഡിയ നോക്കാം. ഡക്വീഡ് എന്താണ്? ഡക്വീഡ് എന്നത് വെള്ളത്തിന് മുകളിൽ പൊങ്ങി വരുന്ന പായൽ എന്നറിയപ്പെടുന്ന ചെറിയ ജലസസ്യമാണ്. പക്ഷേ അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? വളരെ വേഗത്തിൽ വളരും. കൂടാതെ ഉയർന്ന പ്രോട്ടീൻ ഉള്ളതിനാൽ ആനിമൽ ഫീഡിന് ഇതിന് നല്ല ആവശ്യകതയുമുണ്ട്. ഇത്ര ഡിമാൻഡ് വരാൻ കാരണം എന്ന് പറയുന്നത് ഇന്ന് കോഴി, മത്സ്യം, പശു എന്നിവയുടെ തീറ്റയുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറഞ്ഞ ചെലവിൽ പോഷക സമൃദ്ധമായ ബദൽ തേടുകയാണ് ഫാമുകൾ. അവിടെയാണ് ഡക്വീഡിന്റെ അവസരം ഒരുങ്ങുന്നത്. എങ്ങനെ തുടങ്ങാമെന്ന് നോക്കിയാലോ? ആദ്യം ഒരു ചെറിയ കുളമോ സിമന്റ് ടാങ്കോ തയ്യാറാക്കുക. അതിൽ വെള്ളം നിറച്ച് ഡക്വീഡ് സ്റ്റാർട്ടഡ് കൾച്ചർ ചേർക്കുക. ശരിയായ പോഷകവും സൂര്യപ്രകാശവും കിട്ടിയാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് വ്യാപിക്കും. ശേഷം സ്ഥിരമായി ഹാർവെസ്റ്റ് ചെയ്ത് ഫ്രഷ് ആയി വിൽക്കാം, അല്ലെങ്കിൽ ഉണക്കി പൗഡറാക്കി കൂടുതൽ മൂല്യം ചേർത്ത് വിൽക്കാം. ഇൻവെസ്റ്റ്മെന്റും മെഷീൻസും വരുന്നത് ചെറിയൊരു യൂണിറ്റിന് ഏകദേശം 3 to 5 lakhs വരെ നിക്ഷേപം മതിയാവും. അതിലും കുറച്ച് നിങ്ങൾക്ക് തുടങ്ങാം. ആവശ്യമായ പ്രധാന ഉപകരണങ്ങൾ എന്ന് പറയുന്നത് വാട്ടർ പമ്പ്, ഹാർവസ്റ്റ് നെറ്റ്, ട്രേ ഡ്രയർ അല്ലെങ്കിൽ സോളാർ ഡ്രയർ, പൾവറൈസർ കുടിക്കാൻ വേണ്ടി മാത്രം, സീലിംഗ് മെഷീൻ എന്നിവയാണ് നമുക്ക് ആവശ്യമുള്ള മെഷീനുകൾ. പ്രോഫിറ്റ് നമുക്ക് നോക്കിയാലോ? ഫ്രഷ് ഡക്വീഡ് നേരിട്ട് ഫാമുകൾക്ക് നമുക്ക് വിൽക്കാം. ഡ്രൈ പൗഡർ ആക്കിയാൽ വില വർദ്ധിക്കും. നല്ല മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ ചെറിയ യൂണിറ്റിൽ പോലും 50,000 മുതൽ 2 ലക്ഷം രൂപ വരെ മാസ ലാഭം നേടാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥ ലാഭം ഉൽപാദനം, ചെലവ്, വിപണി എന്നിവയെ ആശ്രയിച്ചിരിക്കും. ഇനി ഇത് ആരൊക്കെ വാങ്ങും എന്ന് നമുക്ക് നോക്കാം. പോൾട്രി ഫാംസ്, ഫിഷ് ഫാംസ്, ഡയറി ഫാംസ്, ഫീഡ് മാനുഫാക്ചേഴ്സ്, ഓർഗാനിക് ഫാം ഗ്രൂപ്പ്സ്. ആരംഭിക്കുന്നതിന് മുമ്പ് സമീപത്തെ ഫാമുകളുമായിട്ട് സംസാരിച്ച് ഇതിന്റെ ആവശ്യകത ഉറപ്പാക്കുന്നത് മികച്ച ഒരു തീരുമാനമായിരിക്കും. ചിലർക്ക് ഇത് വെറും കുളത്തിലെ ഒരു പച്ച പായലായിരിക്കും. പക്ഷേ സംരംഭകരുടെ കണ്ണിൽ അതൊരു ബിസിനസ് അവസരമാണ്. പുതിയ മേഖലകൾ പഠിച്ച് ചെറിയ തോതിൽ പരീക്ഷിച്ച് വിപണി കണ്ടെത്താൻ തയ്യാറാണെങ്കിൽ ഇത്തരം ആശയങ്ങൾ വലിയ സംരംഭങ്ങളായി വളരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. 100 Days 100 ബിസിനസ് ഐഡിയാസ് സീരീസിലെ ഡേ 19 മറ്റൊരു വ്യത്യസ്തമായ ബിസിനസ് ഐഡിയയുമായി വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.